നമസ്കാരം. സ്റ്റെറിലൈസേഷനെ പറ്റിയും സാനിറ്റേഷനെ കുറിച്ചുമുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. സ്റ്റെറിലൈസേഷനെ പറ്റിയും സാനിറ്റേഷനെ കുറിച്ചും വിവരിക്കുക. സലൂൺസിലെ ടൂൾസ് സ്റ്റെറിലൈസ് ആക്കാനും സാനിറ്റൈസ് ആക്കാനും ആവശ്യമായ എക്യുപ്മെന്റിനെ കുറിച്ച് പരിശോധിക്കുക. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഒരു ഹൈ ഫ്രീക്വൻസി മെഷീനാണ്. സാനിറ്റൈസർ മെഷീൻ, ട്രേസ്, ഓട്ടോക്ലേവ്, സ്പ്രേ ബോട്ടിൽ, ടിഷ്യൂ. ക്ലയൻസിനും സലൂൺ പ്രൊഫഷണലുകൾക്കും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള സലൂണുകളിലെ നിർണായകമായ രീതികളാണ് സാനിറ്റേഷനും സ്റ്റെറിലൈസേഷനും. ഇൻഫെക്ഷൻസ് പടരുന്നത് തടയാനും ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ഉറപ്പാക്കാനും ഇതിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും ഹെൽത്ത് സംരക്ഷിക്കാനും ഈ രീതികൾ സഹായിക്കുന്നു. ഒന്നുകിൽ ജെംസിന്റെ വളർച്ച തടയുന്നതിനോ അല്ലെങ്കിൽ അവയെ പൂർണ്ണമായും ഡിസ്ട്രോയ് ചെയ്യുന്നതിനോ ഇൻഫെക്ഷ്യസ് രോഗങ്ങൾക്ക് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനോ ഈ രീതി ഉപയോഗിക്കുന്നു. ഒരു ആശുപത്രിയിൽ നടത്തുന്നതുപോലെ എല്ലാ എക്യുപ്മെന്റും പൂർണ്ണമായും സ്റ്റെറിലൈസ് ചെയ്യുക അസാധ്യമാണെന്ന് ആരോഗ്യ വകുപ്പുകളും മറ്റു സർക്കാർ ഏജൻസികളും അനുശാസിക്കുന്നു. എന്നാൽ സലൂൺസിൽ സ്ട്രിക്റ്റായി സാനിറ്റേഷൻ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇനി സാനിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. പബ്ലിക് ഹെൽത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇൻഫെക്ഷൻസ് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുമുള്ള നടപടിയാണ് സാനിറ്റേഷൻസ്. സലൂൺസിലെ സാനിറ്റേഷൻസിന്റെ പ്രധാന ആസ്പെക്ട്സ് ഇവയാണ്: കൗണ്ടർ ടോപ്പ്, സലൂൺ ചെയർസ്, ടേബിൾസ്, ഇടയ്ക്കിടെ സ്പർശിക്കുന്ന മറ്റ് പ്രതലങ്ങൾ എന്നിവ ഉചിതമായ അണുനാശിനി ഉപയോഗിച്ച് പതിവായി വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും വേണം. പ്രോഡക്ട്സ്, ടൂൾസ് അല്ലെങ്കിൽ ഉപഭോക്തൃ വസ്തുക്കൾ എന്നിവ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കോംസ്, ബ്രഷസ്, സിസേഴ്സ്, റേസേഴ്സ്, ക്ലിപ്സ്, നെയിൽ ഇംപ്ലിമെന്റ്സ് എന്നിങ്ങനെ പുനരുപയോഗിക്കാവുന്ന എല്ലാ ടൂൾസുകളും എക്യുപ്മെന്റുകളും ഓരോ ഉപയോഗത്തിനു ശേഷവും നന്നായി വൃത്തിയാക്കി ഡിസ്ഇൻഫെക്റ്റഡ് ആക്കണം. നെയിൽസ്, ഷാംപൂയിങ് ചെയ്യുന്നതിനോ സോക്കിംഗ് ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന സിങ്ക്സ്, ബൗൾസ് അല്ലെങ്കിൽ ബേസിൻസ് പോലെയുള്ള സുഷിരങ്ങളില്ലാത്ത പ്രതലങ്ങൾ സാനിറ്റൈസിംഗ് ചെയ്യാൻ ഓരോ ഉപയോഗത്തിനു ശേഷവും ശരിയായി വൃത്തിയാക്കുകയും സാനിറ്റൈസ്ഡ് ആക്കുകയും വേണം. കാരണം അത് ക്രോസ് കോൺടാമിനേഷൻസ് തടയും. സലൂൺ സേവനങ്ങളിൽ ഉപയോഗിക്കുന്ന ടവൽസ്, കാപ്സ്, ഡ്രേപ്സ് എന്നിവയിൽ വൃത്തിയും സാനിറ്റേഷനും ഉറപ്പാക്കാൻ ഹോട്ട് വാട്ടറും ഡിറ്റർജന്റും ഉപയോഗിച്ച് കഴുകണം. എല്ലാ ബൗൾസും ട്രേസും മറ്റ് ഇനങ്ങളും ഓരോ ക്ലയന്റിന്റെയും ഉപയോഗത്തിനു മുമ്പും ശേഷവും സാനിറ്റൈസ്ഡ് ആക്കണം. ഒരു കെമിക്കൽ സൊല്യൂഷനിൽ ഉപകരണങ്ങൾ ഇമ്മേഴ്സിംഗ് ചെയ്യുന്ന രീതി സ്റ്റേറ്റ് ബോർഡ് ഓഫ് കോസ്മെറ്റോളജിയുടെ ചട്ടങ്ങൾക്കനുസൃതമായിരിക്കണം. മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ, വൈറസ്, ഫംഗി, സ്പോർസ് എന്നിവയെ കൊല്ലുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് സ്റ്റെറിലൈസേഷനിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ സ്റ്റെറിലൈസേഷന്റെയും സാനിറ്റേഷന്റെയും രീതികൾ നമുക്ക് നോക്കാം. വെൽ നൗണായ പല മെത്തേഡ്സും പിന്തുടരുന്നുണ്ട്. ഈ രീതികളെ ഫിസിക്കൽ ഏജൻസും കെമിക്കൽ ഏജൻസും എന്ന് രണ്ടായി തരംതിരിക്കാം. ഫിസിക്കൽ ഏജൻസിൽ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡാണ് സ്വീകരിക്കുന്നത്. $212°F 100°C 20 മിനിറ്റ് നേരം വസ്തുക്കളെ തിളപ്പിച്ച് സ്റ്റെറിലൈസേഷൻ നടത്തുന്നു. ഒരു ഓട്ടോക്ലേവ് ഉപയോഗിച്ച് സ്റ്റെറിലൈസിംഗ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് സ്റ്റീമിംഗ്.
ഓട്ടോക്ലേവ് ശക്തമായ എയർ ടൈറ്റ് മെറ്റൽ വെസലാണ്. അതിൽ പ്രഷർ ഉപയോഗിച്ച് കെമിക്കൽ പ്രവർത്തനങ്ങൾ നടത്താം. ഈ രീതി മെഡിക്കൽ ഫീൽഡിലും ഉപയോഗിക്കുന്നു. ആശുപത്രികളിൽ കിടക്കയും സമാനമായ മെറ്റീരിയൽസും സ്റ്റെറിലൈസ് ചെയ്യാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ രീതിയാണ് ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് എന്നത്. അൾട്രാവയലറ്റ് റേസും സാനിറ്റൈസിംഗിൽ ഉപയോഗിക്കുന്നു, കാരണം മിക്ക ബാക്ടീരിയകളെയും അത് നശിപ്പിക്കും. ഇനി സാനിറ്റൈസിംഗ് പർപ്പസിനായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏജന്റ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അവ ആന്റിസെപ്റ്റിക്സ്, ഫ്യൂമിഗൻസ്, ഡിസിൻഫെക്റ്റൻസ് അഥവാ ജെർമിസൈഡ്സ് എന്നിവയാണ്. ബാക്ടീരിയകളെ കൊല്ലുകയോ ഗ്രോത്ത് റേറ്റഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു വസ്തുവാണ് ആന്റിസെപ്റ്റിക്സ്. ഇവ സാധാരണയായി ഡിസിൻഫെക്റ്റൻസ് അല്ലെങ്കിൽ ജെർമിസൈഡ്സുകളുടെ മൃദുവായ രൂപങ്ങളാണ്. മാത്രമല്ല, സ്കിന്നിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതവുമാണ്. ചില സോപ്സിന് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസുകൾ ഉണ്ടെങ്കിലും കൈകളോ ഉപകരണങ്ങളോ നന്നായി സാനിറ്റൈസ് ചെയ്യാൻ അവ പര്യാപ്തമല്ല. ആൽക്കഹോൾ, ബോറിക് ആസിഡ്, അയോഡിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ക്ലോറാമിൻസ്, സോഡിയം ഹൈപ്രോക്ലോറൈറ്റ് എന്നിവയാണ് മറ്റു പൊതു ആന്റിസെപ്റ്റിക്സ്. ഈ കെമിക്കൽസ് നിർമ്മാതാവ് നിർദ്ദേശിച്ച പ്രകാരം ഡൈല്യൂട്ട് ആയിരിക്കണം. പൊതുവായ ഉപയോഗത്തിനുള്ള ചില ഡിസിൻഫെക്റ്റൻസ് ഇവയാണ്: ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ട്സ് അഥവാ ക്വാഡ്സ്, ഫോർമാലിൻ, എത്തിൽ ഓർ ഗ്രെയിൻസ് ആൽക്കഹോൾ, ക്രീസോൾ അഥവാ ലൈസോൾ. ആവശ്യമുള്ള സമയത്തേക്ക് ഉപകരണങ്ങൾ വെറ്റ് സാനിറ്റൈസറിൽ അഥവാ അംഗീകൃത അണുനാശിനി അടങ്ങിയവയിൽ മുക്കിവെക്കുന്നതാണ് മറ്റൊരു രീതി. തുടർന്ന് വെറ്റ് സാനിറ്റൈസറിൽ നിന്ന് ഉപകരണങ്ങൾ നീക്കം ചെയ്യുക. വെള്ളത്തിൽ കഴുകുക. വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് തുടയ്ക്കുക. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതാണ് മറ്റൊരു രീതി. ആൽക്കഹോൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ സാനിറ്റൈസ് ആക്കുന്നതിന് 70% ആൽക്കഹോളിൽ മുക്കുക. അത് എത്തിൽ അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ ആകാം. 99% ഐസോപ്രോപ്പിൽ ആൽക്കഹോളിന് 70% എത്തിൽ ആൽക്കഹോളിന്റെ അതേ ശക്തിയുണ്ട്. ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്ത് കോട്ടൺ പാഡ് ഉപയോഗിച്ച് തുറന്ന പ്രതലത്തിൽ മൃദുവായി ഉരച്ച് നിങ്ങൾക്ക് ഇലക്ട്രോഡ്സും സമാന ഉപകരണങ്ങളും സാനിറ്റൈസ് ചെയ്യാം. തുടർന്ന് ഉപയോഗത്തിന് തയ്യാറാകുന്നതുവരെ ഉൽപ്പന്നങ്ങൾ ഉണങ്ങിയ സാനിറ്റൈസ് ആക്കിയ സ്ഥലത്തു വയ്ക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. എല്ലാ പാത്തോജനിക് ബാക്ടീരിയകളെയും നശിപ്പിച്ച് ഒരു വസ്തുവിനെ ജേം ഫ്രീ ആക്കുന്ന പ്രക്രിയയാണ് സ്റ്റെറിലൈസേഷൻ. പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇൻഫെക്ഷൻ പടരുന്നത് തടയുന്നതിനുമുള്ള നടപടികളുടെ പ്രയോഗമാണ് സാനിറ്റേഷൻ. മോയിസ്റ്റ് ഹീറ്റ്, സ്റ്റീമിംഗ്, ഡ്രൈ ഹീറ്റ്, അൾട്രാവയലറ്റ് റേസ്, കെമിക്കൽ ഏജന്റ്സ് എന്നിവ പോലുള്ള സ്റ്റെറിലൈസേഷന്റെയും സാനിറ്റേഷന്റെയും വിവിധ അറിയപ്പെടുന്ന രീതികളുണ്ട്. ആന്റിസെപ്റ്റിക്സ്, ഫ്യൂമിഗാൻസ്, ഡിസിൻഫെക്റ്റൻസ് എന്നിവയാണ് സാനിറ്റൈസിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കൽ ഏജന്റ്സ്. ഇതോടെ സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. സ്റ്റെറിലൈസേഷനെയും സാനിറ്റേഷനെയും കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.